എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പലർക്കും ഒരു സംശയമാണ്, തുളസി പട്ടുപോയാൽ ദോഷമാണോ എന്ന്. ലക്ഷ്മി ദേവിയുടെ കോപം കൊണ്ടാണ് എന്നൊക്കെ പലതും. എന്നാൽ അങ്ങനെയൊന്നുമല്ല, ഇത് സ്വാഭാവികം മാത്രമാണ്. ഉണങ്ങിപ്പോയ തുളസി ചെടിയെ കൊണ്ട് അനേകം ഉപായങ്ങൾ ചെയ്യാനാകും. ഉണങ്ങിയ തുളസി ചെടിയുടെ തണ്ടുകൊണ്ട് ഒരു ദിവ്യമായ പ്രയോഗത്തെ പറഞ്ഞു തരാം. ഈ ഉപായം ചെയ്താൽ ആഗ്രഹങ്ങൾ സഫലമാകും, ദാരിദ്ര്യം ഒഴിവാകും. ചെയ്യേണ്ടത് ഇത്രമാത്രം: പ്രദോഷ ദിവസം അഥവാ ദ്വാദശി ദിവസമാണ് ഇത് ചെയ്താൽ കൂടുതൽ ഫലം കിട്ടുക. വണ്ണം കുറഞ്ഞ ഉണങ്ങിയ തുളസിയുടെ തണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി 7 എണ്ണത്തിന് എടുക്കുക. അതിനുശേഷം അതിനെ ഒരു നൂല് കൊണ്ട് ചേർത്ത് കെട്ടുക. എന്നിട്ടതിനെ നെയ്യ് പുരട്ടി വയ്ക്കുക. വൈകുന്നേരം ഏതെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീരാമക്ഷേത്രത്തിലോ കൊണ്ടുപോയി ഒരു ചട്ടിയിൽ അഥവാ ചിരാകിൽ വെച്ച് കൊളുത്തുക. ക്ഷേത്രത്തിൽ പറ്റുന്നില്ല എങ്കിൽ വീട്ടിലെ പൂജാമുറിയിലോ, അതുമില്ല എങ്കിൽ വിളക്ക് കത്തിക്കുന്ന ഇടത്തോ വെച്ച് കത്തിക്കുക. ദുരിതങ്ങൾ മാറി ഐശ്വര്യങ്ങൾ വരുന്നതായിരിക്കും. തീർച്ചയായും ദ്വാദശി ദിവസം വിശ്വാസപൂർവ്വം ചെയ്തു നോക്കുക. തീർച്ചയായും നല്ല മാറ്റങ്ങൾ കാണാവുന്നതാണ്. ഇനി മറ്റൊരു ഉപായം കൂടി പറഞ്ഞു തരാം. ഉണങ്ങിയ തുളസി കമ്പ് കൊണ്ട് ചന്ദനത്തോടൊപ്പം അരച്ച് തിലകമായി ധരിക്കുക. ഒരു നല്ല വശ്യതിലകത്തിനെ പോലെ പ്രവർത്തിക്കും. അതുപോലെ ദേഷ്യ കൂടുതലുള്ള ശാഠ്യക്കാരായ കുട്ടികൾക്കും ഈ തിലകത്തെ തൊടുവിക്കുക. സ്വഭാവത്തിൽ പരിവർത്തനം വരുന്നതായി കാണാം. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.